ഹലോ ഗൈസ്, വെൽക്കം ടു ഇലുബായ് KL14 വ്ളോഗ്സ്. നമുക്ക് വയനാടിൻ്റെ വേറൊരു ഭാഗത്തെല്ലാം കൂടി ഒന്ന് കറങ്ങിയിട്ടൊക്കെ വന്നെങ്കിലാ. യോ 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 ഞാൻ ഒറ്റക്കാല കേട്ടോ. നമ്മൾ ചങ്ങായിമാരായ ഷാഹിദുണ്ട്, നൗഫലുണ്ട്, സിറാജുണ്ട്, പിന്നെ അവരെല്ലാം പൊണ്ടാട്ടിമാരും പിള്ളേരും എല്ലാവരും ഉണ്ട്. ഞാൻ മാത്രമായിരുന്നു സിംഗിൾ പെർസെൻ്റ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നേരെ 900 കണ്ടിയിലേക്ക് വിടും. ഞാൻ ഇതുവരെ അങ്ങോട്ടേക്ക് പോയിട്ടാ. ഇതാ 900 കണ്ടിയിലേക്ക് ഓഫ് റോഡ് കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല പുലിക്കെട്ടാന്ന്, ഒന്നും നോക്കാനില്ല. ഫസ്റ്റ് ടൈമാന്ന് പോകുന്നത്. പിള്ളേരുടെ കരച്ചിൽ പുൽമാൽ കുഴപ്പമൊന്നും തന്നെ. ഓഫ് റോഡ് നോക്കിക്കോ, അത് ഇപ്പൊന്നും വലിയൊരു ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല ഓഫ് റോഡിന്. ഇപ്പോഴെല്ലാം കാണുമ്പോൾ ഏകദേശം നല്ല അടിപൊളി റൂട്ട് തന്നെയല്ലേ കാണുന്നത്. നല്ല പോക്ക് പോയുണ്ട് മുകളിലേക്ക്. 900 കണ്ടി പോയവർക്ക് ഏകദേശം കാര്യങ്ങൾ അറിയായിരിക്കും. ജീവിതത്തിൽ ഒരിക്കൽ പോവും ചെയ്യട്ടാ. ശരിക്കും ഒരു കുലിക്ക് സർവത്ത് തന്നെയാണ്. ഫുൾ ബോഡി മസാജ് എന്നെല്ലാം പറയുന്ന പോലെ തലങ്ങും വിലങ്ങും ജീപ്പ് ഇങ്ങനെ വായുന്നുണ്ട്. അമ്മാതിരി കുലുക്കലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ താഴെ നമുക്ക് റിട്ടേൺ വന്നതിന് ശേഷം ബോഡിയെല്ലാം ഒന്ന് ഫ്രീ ആയത് മൊത്തം. അങ്ങനെല്ലോ മുകളിലെത്തി. ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് 250 റുപ്യാണ്. നമ്മളെടുത്ത് ഈ സ്കൈ പാർക്കിന്റെ ഗ്ലാസ് ബ്രിഡ്ജാണ്. പല ടീമിൻ്റെത് പലതായിട്ട് ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടെ അറഞ്ചം പുറഞ്ഞുകൊണ്ട് കേട്ടാ. പക്ഷെ 250 ഗ്ലാസ് ബ്രിഡ്ജ് മാത്രമല്ല, വേറെയും കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. അതെല്ലാം വയ്യ കാണിച്ചു തരാം. അതിന് മുമ്പിൽ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ബ്രിഡ്ജിന്റെ മുകളിലെ വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഇതെങ്ങനെയാണ് നോക്കിക്കോ. അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജ് എല്ലാം കണ്ട് നമ്മൾ ഇങ്ങനെ താഴേക്ക് ഇറങ്ങലായി. കുറച്ചും കൂടി ആക്ടിവിറ്റീസ് ഉണ്ട് പറഞ്ഞിട്ട്. ഒന്ന് ഇതാണ് നെറ്റ് പ്രാക്ടീസ് ക്രിക്കറ്റിന്റെ. അതുപോലെ തന്നെ ഉള്ളത് ഫുട്ബോളിന്റെ ഒരു പെനാൽറ്റി ഷൂട്ട് ഔട്ട് പോലത്തെ ഒരു സംഭവമാണ്. പിന്നെ നമുക്ക് വരുന്ന വെച്ചാൽ ആർച്ചറി, അതായത് അമ്പയത്തിന്റെ ഒരു സംഭവമാണ്. ഒന്നും വെച്ചതൊന്നും കൊണ്ടിട്ടേ എല്ലാവരും പറയല. അത് കഴിഞ്ഞിട്ടാണെന്ന് ഇറങ്ങിയിട്ട് എല്ലാവരും പറഞ്ഞു സിപ്പ് ലൈനിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ പറഞ്ഞു കൊന്നാലും ഞാൻ കയറൂല, നിങ്ങൾ കയറുന്നത് നോക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ എല്ലാവരും കൂടിയിട്ട് സിപ്പ് ലൈനിന്റെ ഭാഗത്തേക്ക് പോയിട്ടാ. സിപ്പ് ലൈൻ്റെ ആ മുകളിൽ നിന്ന് കാണുന്ന വ്യൂ വേറെ ലെവൽ. ഞാനിത് നോക്കി ഇങ്ങനെയാണ് നിന്ന് ആ വണ്ടി വരുന്നതും ആ ഒരു ഇതെല്ലാം നോക്കാറാണ്. ഏകദേശം ഒരു വൈകുന്നേരമായി. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല തണുപ്പുണ്ട്. ഏകദേശം നല്ല തണുത്ത കാറ്റടിക്കും. നമ്മൾ ഏറ്റവും ടോപ്പിലേ ഇല്ലത്. ഇതെല്ലാം നമ്മളെ ബോച്ചേൻ്റെ 1000 ഏക്കറിൽ വരുന്നതെന്നാണ് പറഞ്ഞത്. ഇതിൽ ഇതേപോലെ ബോച്ചേൻ്റെ കുറച്ച് സ്റ്റേൻ്റെ സംഭവമുണ്ട്. ഇതുണ്ടാവും ഒരു മുട്ട കണക്കുന്ന സാധനം കണ്ടാണ്. ഇതെല്ലാം അതിൻ്റെ മുകളിൽ വരുന്ന സംഭവമാണ്. തൊട്ടിലെല്ലാം ഒരാൾ ആടുന്ന കാണുമ്പോൾ തന്നെ ക്ഷീണമെന്നു. പിന്നെ എങ്ങനെ ഇതെല്ലാം കയറല്. അവസാനം എല്ലാവരും സിപ്പ് ലൈനിൽ പോയി. ലാസ്റ്റ് സിറാജും ഓളും കൈയും പിടിച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അവരേതായാലും പോട്ട്. എന്നാൽ പിന്നെ ഞാനും മെല്ലനും ഇടാം. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ ഇലുബായ് KL14. ബൈ ബൈ.